ഈ വീഡിയോ ഉണ്ടല്ലോ കാറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതും കളർ ചേഞ്ചിങ് കാറാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനിത് ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ അതിശയമായി. കാരണം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൽ കണ്ടോ കളർ ചേഞ്ച് അല്ലാത്തുമ്മൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കളർ ചേഞ്ച് ആവുന്ന അതിൻ്റെ ഷെയ്ഡും അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട അങ്ങനെയാണ് ആവുക എന്നാണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് പൊന്നൂട്ടൻ്റെ മാമൻ, അതായത് എൻ്റെ അനിയൻ മേടിച്ചു കൊടുത്താണ് കേട്ടോ. ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് വന്നതിന് ശേഷമാണ് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് അറിയണം കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞത് കളർ ചേഞ്ച് ആവുമെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശരിയാണ്, അതിൽ എഴുതിയിട്ടുണ്ട് കളർ ചേഞ്ച് ആവും. അതിൻ്റെ എന്തോ സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ ടെക്നോളജി ആണെന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തോ 35 ഡിഗ്രി സെൽഷ്യസിന് എക്സീഡ് ആകുമ്പോഴാണ് അതിന് കളർ ചേഞ്ച് ആവുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ 35 ഡിഗ്രി എങ്ങനെയാണെന്ന് നമ്മൾ അറിയാമെന്നുള്ളത് കാരണം ഞാനിതൊരു ചലഞ്ച് പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടെസ്റ്റിങ് പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ പുറകിൽ എന്തോ അറബിയാണോ എന്തൊക്കെയോ ഭാഷയിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ 3 വയസ്സിന് താഴെ കുട്ടികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചെറുതാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇതിൽ മെയ്ഡ് ഇൻ ചൈന എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ചൈനയുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്ക് പരീക്ഷിക്കാനായിട്ടേ ഞാനൊരു ഗ്ലാസ്സിൽ പച്ചവെള്ളവും ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇട്ട് നോക്കാം, പച്ചവെള്ളത്തിലൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഞാനിതൊരു ആദ്യം തന്നെ ഒരു ലൈറ്റ് വയലറ്റ് പോലത്തെ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. അത് പച്ചവെള്ളത്തിൽ മുക്കിയപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അത് അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ ഞാനത് തുടച്ചിട്ട് ഇനി ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഗൈസ്, അതിൻ്റെ കളർ മാറി കണ്ടാ? എനിക്ക് അത്ഭുതമായിട്ടൊക്കെ ഉണ്ടോ. പകുതി ഒരു ലൈറ്റ് റോസും പിന്നെ പകുതി വയലറ്റും ആയിരുന്നു. ലൈറ്റ് വയലറ്റ് എന്ന് പറയാം. പൊന്നൂട്ടനത് കണ്ടപ്പോൾ ഭയങ്കര അതിശയമായിട്ട് അമ്മ കളറൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര അതിശയത്തി. അപ്പോൾ ഞാൻ ബാക്ക് ഭാഗം കൂടെ മുക്കിയപ്പോൾ കണ്ടോ കറക്റ്റ് അതിൻ്റെ കളർ മാറി. ഇത് ലൈറ്റ് റോസ് ആയിട്ടുണ്ട്. എൻ്റെ പൊന്നോ, ടെക്നോളജിയുടെ ഓരോ വളർച്ചയെ. ഇനി അടുത്തത് പച്ച എടുത്തു കിട്ടാ. പച്ചയല്ല, മഞ്ഞ. അത് മുക്കിയപ്പോൾ കണ്ടോ, അത് പച്ചവെള്ളത്തിൽ മുക്കിയപ്പോൾ തന്നെ പച്ചയായി. ഇതേതാ കറക്റ്റ്? ചൈനയുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് വിശ്വസിക്കാനും പറ്റണില്ല. കണ്ടോ പച്ചയായി. മഞ്ഞ മാറിയത് ഒരു ചാണക പച്ച കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വിചാരിച്ചു ഇനി ചൂടുവെള്ളമാണ്. പക്ഷെ നേരത്തെ എന്തുകൊണ്ട് അത് പച്ചയിലായപ്പോൾ തണുത്ത വെള്ളത്തിൽ മുക്കിയപ്പോൾ ആയില്ല. പിന്നെ ഞാനിതെടുത്ത് മുക്കി ചൂടുവെള്ളത്തിലൊന്ന് മുക്കി നോക്കിയേ, പഴയ കളറായി. ഇതെന്താണ് സെറ്റപ്പ്? മനസ്സിലാവുന്നില്ലല്ലോ. കണ്ടോ വീണ്ടും ആ പഴയ മഞ്ഞ കളർ തന്നെയായി. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ വീണ്ടും തുടച്ച് പിന്നെയും പച്ചവെള്ളത്തിലൊക്കെ മുക്കി. അപ്പോൾ പക്ഷേ മറ്റേ പച്ച കളറാവുന്നില്ല. ചൈനയുടെ പ്രൊഡക്റ്റ് അല്ലേ, ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ ആവും എന്നുള്ളത്. ഇനിയെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത കളർ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ പൊന്നുട്ടൻ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ അമ്മ അതിൻ്റെ കളർ മാറാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ വിചാരിച്ച് ഇനി അടുത്തത് കണ്ട നേരെ ഞാൻ ചൂടുവെള്ളത്തിലാണ് മുക്കി. ഒരു ലൈറ്റ് റോസ് ആയിരുന്നു, അത് വൈറ്റായി. കണ്ടോ അതിൻ്റെ മൂഡിൽ മാത്രം ഒരു കുറച്ച് മാറാനുണ്ട്. അത് ഞാൻ തിരിച്ച് പിടിച്ചിട്ടും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് വൈറ്റ് കളറായിട്ടുണ്ട്. ഇത് വർക്കായി. ഇപ്പോൾ 2 എണ്ണം വർക്കായിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം വർക്കായിട്ടില്ലേ. അടുത്തത് പച്ചയാണ്. ഒരു വേറെ തത്തപ്പച്ച എന്നൊക്കെ പറയാം, കിളിപ്പച്ച എന്നൊക്കെ പറയണമെങ്കിൽ പറയാം. ഒരു കളറാണ് അത്. 2ലും മുക്കിയിട്ട് രണ്ടും ഒരു ഇതിൻ്റെ അടുത്തല്ല എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഇരിക്കണത്. ഇത് എൻ്റെ അടുത്തൊന്നും ഏൽക്കില്ല എന്നാണ്. പിന്നെ പൊന്നിട്ട് നേരെ എടുത്താൽ നീല എടുത്ത് നേരെ ചൂടുവെള്ളത്തിൽ മുക്കി പിന്നെ പച്ചവെള്ളത്തിൽ മുക്കി. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, അതിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ എടുക്കുന്നുണ്ട്. ഇതും എന്നോടൊന്നും ഇതെൻ്റെ അടുത്ത് യേശുല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കണത്. അപ്പോൾ ആ 2 എണ്ണം ശരിയായില്ല. അപ്പോൾ അത് മാറ്റി വെച്ചു. വേണ്ട, ഞാൻ തുടച്ചിട്ടൊക്കെ വെച്ചൊക്കെ നോക്കിയിട്ടാണ് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ വെക്കുന്നതിന് എങ്ങാനും ശരിയായാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ശരിയായില്ല. അപ്പോൾ അത് മാറ്റി വെച്ചു. പിന്നെ ഇനി അടുത്തത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അടുത്തത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതെടുത്തത് ഒരു വേറെ തരം പച്ചയായിരുന്നു. അത് മുക്കിയപ്പോൾ തന്നെ കണ്ടാ വേറെ കളറായി. ഇത് പൊന്നൂട്ടം മുക്കിയതാണ് കേട്ടോ. അതാണ് കാണിക്കാനൊന്നും പറ്റിയില്ല. അപ്പോഴേക്കും അത് മുക്കി. കണ്ടോ നല്ല ഡാർക്ക് പച്ചയായിരുന്നു. വേറൊരു തരം പച്ചയായി. ഇതിൻ്റെ കളർ എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കണ്ട ഈ ഒരു കളറായി. കണ്ടോ ഇത് വർക്കിംഗ് ആയിട്ടോ. അപ്പം 3 എണ്ണം നമുക്ക് വർക്കിംഗ് ആയിട്ടുണ്ട്, 2 എണ്ണം വർക്കിംഗ് ആയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കണ്ടത് നേരെ ചൂടുവെള്ളത്തിൽ മുക്കിയപ്പോൾ തന്നെയായിട്ട് ഇങ്ങനെ വന്ന്. പിന്നെ ഞാൻ പച്ചെടുത്ത് മുക്കി, അത് ശരിയായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ 3 എണ്ണം വർക്കായി, 3 എണ്ണം വർക്കായിട്ടില്ല. അപ്പോൾ ഈ 3 എണ്ണം വർക്കായത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു പച്ച, പിന്നെ ഈ ഒരു വെള്ള, പിന്നെ ഒരു ലൈറ്റ് റോസ് പോലത്തെ കളർ, ഈ 3 എണ്ണമാണ് വർക്കായത്. മറ്റേ 3 എണ്ണം വർക്കായിട്ടില്ല. അപ്പോൾ വിചാരിച്ചിനി ചൂട് കുറഞ്ഞിട്ടാണോ, കാരണം കുറച്ച് നേരം ആയല്ലോ. അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ടൊന്ന് മുക്കിയൊക്കെ നോക്കി. അപ്പോഴും ഇതെൻ്റെ അടുത്തല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ പറയുന്നത് കേട്ടോ. നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഞാൻ മാറില്ല എന്നുള്ളൊരെന്തോ വാശിക്കാൻ തോന്നുന്നു ഇരിക്കണത്. 3 എണ്ണം ട്രൈ ചെയ്തു, എന്നിട്ടൊന്നും മാറ്റമില്ല. പിന്നെ ഞാൻ വെച്ചിനി അത് ഇട്ടു, സാരല്ല പോട്ടെ എന്ന് വിചാരിച്ചു. എന്തെങ്കിലും 3 എണ്ണത്തിനൊന്ന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും ചിലപ്പോൾ.
ആർക്കറിയാം. എന്തായാലും ഇത് 3 എന്തായാലും വർക്കായിട്ടില്ല കേട്ടോ. പക്ഷെ മറ്റേത് 3 അടിപൊളിയായിട്ടുണ്ട്. അത് നല്ല വർക്കിംഗ് ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടതാണല്ലോ അതിൻ്റെ കളർ മാറുന്നത്. അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട ഈ 3 ഇപ്പോൾ കറക്റ്റ് ആയതും 3 ആവാത്തതും. പിന്നെ ഞാൻ വിചാരിച്ചു ആ കളർ മാറിയതും ഒന്നും കൂടെ വെള്ളത്തിൽ മുക്കി നോക്കാം, എന്തെങ്കിലും വേറെ ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. വലിയ കളർ വന്ന കളറൊന്നും പഴയ പോലെ ആവുന്നൊന്നുമില്ലായിരുന്നു. ഇതേ സെയിം കളറിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി കുറച്ച് നേരം ഇരിക്കുമ്പോൾ പുറത്ത് വയ്ക്കുമ്പോൾ ആവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. എന്നിട്ട്